ലഹരി ഇന്ന് വലിയൊരു വിപത്തായി മാറിയിരിക്കുകയാണ്. ലഹരിക്കെതിരെ പോരാടാൻ CCTVയും എക്സൈസ് വകുപ്പും സംയുക്തമായി ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിന് തുടക്കമിട്ടിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ട് നിരവധി ബോധവൽക്കരണ പരിപാടികളാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ഇതോടനുബന്ധിച്ച് ഇന്ന് ലഹരിയും അതിന്റെ നിയമവശങ്ങളും ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഇതേക്കുറിച്ച് സംസാരിക്കാനായിട്ട് നമ്മളോടൊപ്പം ഇന്ന് ഉള്ളത് തൃശൂർ എക്സൈസ് റേഞ്ച് പ്രിവെന്റീവ് ഓഫീസർ ഗ്രേഡ് ലത്തീഫ് സാറാണ്. സാർ നമസ്കാരം. നമസ്കാരം സാർ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇന്ന് ഇപ്പോൾ സാറിനറിയാം ദിനം പ്രതി നിരവധി ലഹരി പിടിച്ചെടുക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ പിടിച്ചെടുക്കുമ്പോൾ ഒരു സംശയം, ഈ നിയമങ്ങളെല്ലാം ഫലപ്രദമാണോ? കാരണം ഇതിൻ്റെ ഒരു ഫലപ്രദമാണോ എന്ന് ചോദിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ദിനം പ്രതി ലഹരി പിടിച്ചെടുക്കുന്നത് കണക്കുകൾ ഞെട്ടിപ്പിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിലൊരു ആശങ്കയുണ്ട്. എല്ലാവർക്കും ആദ്യമായിട്ട് പ്രേക്ഷകർക്ക് എല്ലാവർക്കും നമസ്കാരം. ഞാൻ വന്നിരിക്കുന്നത് വിമുക്തി കേരള എക്സൈസ് വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിമുക്തി മിഷനുമായി ബന്ധപ്പെട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ചോദിച്ച ചോദ്യം ഒരു നിയമങ്ങൾ ഫലപ്രദമാണോ എന്നുള്ളതാണ്. ഇപ്പോൾ ഇറങ്ങുന്ന സിന്തറ്റിക് ഡ്രഗ്സ് അതുമൂലമാണല്ലോ ഇപ്പോൾ കേരളത്തിൽ നമ്മൾ പത്രമാധ്യമങ്ങളിലൊക്കെ കാണുന്ന, ടെലിവിഷൻ ചാനലുകളിലൊക്കെ കാണുന്ന കൊലപാതകങ്ങളും മറ്റും വർദ്ധിച്ചു വരുന്ന കൊലപാതകങ്ങളൊക്കെ ഈ പറയുന്ന സിന്തറ്റിക് ഡ്രഗ്സ് മൂലമാണ്. അപ്പോൾ അതിൽ ഒരു നിയമം എന്ന് പറയുന്നത് വൻ ശക്തമായ നിയമം ശിക്ഷകളാണ് കൊടുക്കുന്നത്. അത് പൊതുവായിട്ട് ഇവിടെ പിടിക്കപ്പെടുന്ന കുട്ടികൾ അറിയുന്നില്ല ഇതിൽ എങ്ങനെയാണിത്, എന്താണിത് എന്നുള്ളത്. അപ്പോൾ അതിന് അവരുടെയും അറിവിലേക്കായിട്ട് ഞാനിത് ഇവിടെ പറയുകയാണ്. ഒന്നാമത്തെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ എല്ലാവരും കേൾക്കുന്നൊരു സംഭവമാണ് MDMA, മെത്താഫിറ്റാമിൻ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ MDMA ഒരാൾ 0.5 ഗ്രാം പോലും കൈവശം വെച്ച് കഴിഞ്ഞാൽ അവരെ 6 മാസം തടവ് ശിക്ഷക്ക് വിധിക്കണം എന്നാണ് ആ നിയമം പറയുന്നത്. പിന്നെ 0.5 താഴെയാണെങ്കിൽ ബെയിൽ കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ അതിൽ പറയുന്നുണ്ട് NDPS ആക്ട് പ്രകാരം ശക്തമായ നിയമങ്ങളൊക്കെയാണ് പറയുന്നത്. അതിൽ ഇപ്പോൾ പറയുന്നുണ്ട് നമ്മളെ സെക്ഷൻ 31A പ്രകാരം ഡെത്ത് പെനാൽറ്റി കൊടുക്കാൻ പറയുന്നുണ്ട്. 31A പ്രകാരം ഈ സിന്തറ്റിക് ഡ്രഗ്സ് കൈവശം വെച്ച് കൈകാര്യം ചെയ്ത കുറ്റത്തിന് കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയൊക്കെ കൈവശം വെച്ച് വീണ്ടും അത് ആവർത്തിച്ച് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഡെത്ത് പെനാൽറ്റി കൊടുക്കാനും പറയുന്നുണ്ട്. പിന്നെ സെക്ഷൻ 68A പറയുന്നുണ്ട് ആ വ്യക്തിയുടെ സ്വത്ത് വകകൾ മൊത്തം കണ്ടുകെട്ടാനും പറയുന്നുണ്ട്. ലഹരി വസ്തുക്കൾ കൈവശം വെക്കുന്നത് കുറ്റമാണ്, അപ്പോൾ ലഹരി ഉപയോഗിക്കുന്നത് കുറ്റമാണ്. അപ്പോൾ ഇവർക്കെതിരെ എങ്ങനെയാണ് നിയമങ്ങൾ വരുന്നത്? ലഹരി ഉൽപ്പന്നങ്ങൾ കയ്യിൽ വെക്കുന്നു അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന ഒരു വ്യക്തി? ഈ ചോദ്യത്തിന് ഉത്തരം പറയണമെങ്കിൽ ഏതൊരു ലഹരി കൈവശം വെച്ചാലും അത് കുറ്റകരം തന്നെയാണ്. അത് ഇന്ത്യൻ മയക്കുമരുന്ന് നിരോധന നിയമം വളരെ ശക്തിവത്തമായ ഒരു നിയമമാണ്. മയക്കുമരുന്ന് ഉപയോഗിക്കുകയോ കൈവശം വെക്കുകയോ സൂക്ഷിക്കുന്നത്, അതുപോലെ തന്നെ കടത്തുക, അതിനുവേണ്ടി ഒത്താശ ചെയ്യുക, പിന്നെ സാമ്പത്തിക സഹായം ചെയ്യുക, പിന്നെ അതിനുവേണ്ടി വാഹനം വിട്ടുകൊടുക്കുക, പിന്നെ പറയണമെങ്കിൽ അതിന് മറ്റേ ഈ ഒരു വീടൊക്കെ ചിലപ്പോൾ ചിലവർ ഒരുക്കി കൊടുക്കും. അപ്പോൾ അത്തരം കാര്യങ്ങൾ, മയക്കുമരുന്ന് കൈവശം വെക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ NDPS അതായത് ഇന്ത്യൻ മയക്കുമരുന്ന് നിരോധന നിയമപ്രകാരം വളരെ ശിക്ഷകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആരും ഇപ്പോൾ ഒരാൾ പറയണ് ഇതൊന്ന് ഇന്ന സ്ഥലത്ത് കൊണ്ടുപോയി കൊടുക്കൂ, അപ്പോൾ അദ്ദേഹത്തിന് അതറിയില്ല അതിൻ്റെ നിയമവശങ്ങളെക്കുറിച്ച്. അപ്പോൾ അത്തരം നിയമവശങ്ങളെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് കേരള സർക്കാർ ഇത്തരം വിമുക്തി മിഷൻ്റെ ഭാഗമായി ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെ ഇത്തരം ബോധവൽക്കരണ പരിപാടികൾ, നിയമങ്ങളെ അറിയാൻ എന്നുള്ള വിഷയങ്ങളെ ബോധവൽക്കരണ പ്രോഗ്രാമുകളൊക്കെ നടത്തുന്നു. ഇപ്പോൾ കുട്ടികൾ ഇന്ന് ലഹരി ഉപയോഗിക്കുന്നതിൻ്റെ അളവ് വളരെ കൂടുതലാണ്. നമുക്കറിയാം, ഒരുപാട് കുട്ടികളാണ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത്. ഇത് കുട്ടികൾക്ക് യഥേഷ്ടം കിട്ടുകയാണ്. പക്ഷെ കുട്ടികൾക്ക് ഇത് ഉപയോഗിച്ചാൽ എന്താണ് അവർക്ക് അത് നിയമവശം എന്താണെന്ന് ഇപ്പോഴും കുട്ടികൾക്ക് അറിയുന്നില്ല. അപ്പം അങ്ങനെ കുട്ടികൾക്കൊരു അറിവ് നൽകാൻ നമുക്ക് എന്താണ് അവരോട് പറയാനാവുക? ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗം നിങ്ങളിൽ ഉണ്ടായാൽ എന്ത് നടപടിയാണ് അവർ നേരിടേണ്ടി വരിക? ഇപ്പോൾ നമ്മുടെ എക്സൈസ് ഓഫീസിൽ അതുപോലെ പോലീസ് സ്റ്റേഷനിലൊക്കെ വന്നിട്ട് ഇവരുടെ അമ്മമാരടക്കം വന്ന് പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ മോൻ്റെ കയ്യിൽ നിന്നും ചെറിയ ഗ്രാമല്ലേ കൈവശം വെച്ചിട്ടുള്ളൂ, ഇതിനെന്തിനാണ് 6 മാസം ശിക്ഷ കൊടുക്കുന്നത് എന്നുള്ളൊരു
ചോദ്യങ്ങളാണ് നമ്മളോട് ചോദിക്കുക. പക്ഷെ നമുക്ക് NDPS ആക്ട് പ്രകാരം അവരുടെ ഈ ഇപ്പോൾ ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് സിന്തറ്റിക് ഡ്രഗ്സ് പിടിച്ചു, അത് 0.6 ഗ്രാമാണെന്ന് വെച്ചോളൂ. 0.5ൻ്റെ മുകളിലാണ്, ബിലോ 5 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബെയിൽ കൊടുക്കാം. പക്ഷേ 0.6 ഗ്രാം അവൻ്റെ കയ്യിൽ, അല്ല 0.5 ഗ്രാം മുതൽ മുകളിലോട്ട് അവൻ്റെ കയ്യിലുണ്ടെങ്കിൽ അവനെ നമുക്ക് 6 മാസം ശിക്ഷ കൊടുക്കണം. അത് ഞാൻ നേരത്തെ പറഞ്ഞു, അതേപോലെ തന്നെ അത് അറിവിലേക്കായിട്ട് വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. പിന്നെ വേറൊരു സിന്തറ്റിക് ഡ്രഗ്സ് ഉണ്ട്. സിന്തറ്റിക് ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ പല തരത്തിലും ഇറങ്ങുന്നുണ്ട്. സ്റ്റാമ്പ് രൂപത്തിൽ ഇറങ്ങുന്നുണ്ട്, ഇതുപോലെ ക്രിസ്റ്റൽ രൂപത്തിൽ ഇറങ്ങുന്നുണ്ട്. അങ്ങനെ വിവിധ രീതിയിലാണ്. ഈ സ്റ്റാമ്പ് രൂപത്തിൽ ഇറങ്ങുന്ന രീതിയിൽ എന്ന് പറയുമ്പോൾ ഈ 0.5-നെക്കാട്ടും താഴെയാണ് അളവ് പറയുന്നത്. 0.2 മില്ലിഗ്രാം പോലും കൈവശം വെച്ച് കഴിഞ്ഞാൽ, 0.22 മില്ലിഗ്രാം പോലും കൈവശം വെച്ച് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യുന്നു, അവരെ 6 മാസം തടവ് ശിക്ഷ കൊടുക്കുന്ന ഒരു കുറ്റമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ അവയർനെസ്, ഈ കുട്ടികൾ ഇതൊക്കെ അറിയണം. അതിനുവേണ്ടി നമ്മൾ എല്ലാ സ്കൂളുകളിലും 8ാം ക്ലാസ് മുതലുള്ള, അതുപോലെ തന്നെ 11ാം ക്ലാസ് 12ാം ക്ലാസ് മുതലുള്ള എല്ലാ കുട്ടികൾക്കും കോളേജിലും ക്യാമ്പസുകളിലൊക്കെ ഇത്തരം നിയമ അവബോധ ക്ലാസ്സുകൾ നമ്മൾ ഈ ലീഗൽ സർവീസ് അതോറിറ്റിയുമായി ചേർന്നുകൊണ്ട് നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ വിമുക്തി മിഷൻ പോയിക്കൊണ്ടിരിക്കുന്നത്. സാർ, ഇപ്പോൾ കുട്ടികളുടെ കയ്യിൽ നിന്ന് ഒരുപാട് ലഹരി വസ്തുക്കൾ പിടിച്ചെടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു സ്കൂളുകൾ കേന്ദ്രീകരിച്ച്, അതായത് ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് 10ാം ക്ലാസ് എന്നിയുള്ള കുട്ടികളൊക്കെ ലഹരി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് ഇത്തരത്തിൽ ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്താൽ എന്ത് ശിക്ഷയാണ് അവർക്ക് സാധാരണ നമുക്ക്, അല്ലെങ്കിൽ അവരെ അതിൽ നിന്ന് നിയമത്തിൻ്റെ വശത്തിലൂടെ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക? നമ്മളിപ്പോൾ WHO പറഞ്ഞിരിക്കുന്നത് ഒരു കുട്ടിയെ കുട്ടി എന്ന് വിളിക്കാൻ, എന്താ പറയുക, 18 വയസ്സ് വരെയാണ് ആ കുട്ടിയെ കുട്ടി എന്ന് വിളിക്കാൻ പാടുള്ളൂ. അപ്പോൾ അതിലും താഴെയുള്ള ഏജ്, ഇപ്പോൾ 7ാം ക്ലാസ് 8ാം ക്ലാസ് 9ാം ക്ലാസ്സൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാതെ തന്നെ അവരെ അതിൽ നിന്നും, കാരണം അവർക്ക് പ്രായത്തിൻ്റെ പക്വതയിൽ പല പിന്നെ പുറത്തു നിന്നുള്ള സപ്പോർട്ടുകൾ കൊണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അവരെ കൗൺസിലിംഗ് കൊടുത്ത് അവരെ നേർവഴിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി എക്സൈസ് വകുപ്പിൻ്റെ കീഴിൽ ഇന്ന് ധാരാളം കൗൺസിലിംഗ് സെൻറ്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പലവർക്കും കുട്ടികളിൽ നിന്ന്, ഇപ്പോൾ സ്കൂളിലാണെങ്കിൽ ടീച്ചർമാർ, അധ്യാപകർക്ക് സ്കൂളിൽ നിന്ന് അത് പുറത്തേക്ക് കൊണ്ടുവന്നാൽ അത് വലിയ പ്രശ്നമാകുമോ, ആ സ്കൂളിനെ ബാധിക്കുമോ എന്നുള്ളൊരു ചിന്തകളൊക്കെ വരാറുണ്ട്. പക്ഷേ ഇന്ന് അതൊന്നുമില്ല. അവരെല്ലാവരും വളരെ ആക്റ്റീവായിട്ട് ഇത് എക്സൈസിനെയും ഇതിനെ അറിയിക്കുന്നുണ്ട്. കൂടാതെ നിങ്ങൾക്കിപ്പോൾ ഏകദേശം പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ വീട്ടിൽ ഇത്തരം വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആരെങ്കിലും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ, നമ്മുടെ പരിസരത്തോ, നമ്മുടെ പുറത്തേക്ക് പറഞ്ഞാൽ നമ്മുടെ വീട്ടിനോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിനോ നമ്മുടെ സമൂഹത്തിൽ ഒരു മോശപ്പേരാകും എന്നുള്ള ഒരു ചിന്ത വേണ്ട. വളരെ രഹസ്യമായിട്ട് തന്നെ നമുക്ക് കൗൺസിലിംഗ് ചെയ്യാവുന്ന ഒരു സംവിധാനം എക്സൈസ് വകുപ്പ് ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ നമ്പർ, ടോൾ ഫ്രീ നമ്പർ ഇവിടെ ഞാൻ പറയാം. അപ്പോൾ 14405 അതിൻ്റെ നമ്പർ, 14405. ഇതിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് വേണ്ട എല്ലാവിധ വേണ്ട സൈക്കോളജി പരമായിട്ടുള്ള സപ്പോർട്ടുകളും കൗൺസിലിങ്ങും അവിടെ നിന്ന് കിട്ടും. അപ്പോൾ അവർ പറയുന്ന തരത്തിലുള്ള, പുറത്തറിഞ്ഞെന്നുള്ള അറിയില്ല, അത് അവിടെ രഹസ്യമായിരിക്കും. ടോൾ ഫ്രീ നമ്പറാണ്, ടെലി കൗൺസിലിംഗ് ആണത്. അപ്പോൾ അവിടെ നിന്നും അത് കിട്ടും. അപ്പോൾ ഇത്തരത്തിലുള്ള സംവിധാനത്തിലൂടെയാണ് എക്സൈസ് വകുപ്പ് പോകുന്നത്. ചെറിയ കുട്ടികളെ ഒരിക്കലും നമ്മൾ നിയമത്തിൻ്റെ മുന്നിൽ കേസെടുത്ത് അവരെ ഭാവി നശിപ്പിക്കുന്ന രീതിയിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണെങ്കിൽ നമ്മൾ ആ ശിക്ഷയിലേക്ക് കടക്കും എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോഴും അവരുടെ ആ പ്രായം പരിഗണിച്ചിട്ടാണ് ചെയ്യുന്നുള്ളൂ. അപ്പം മാത്രമല്ല സാർ, ഇപ്പോൾ ഒരുപാട് ആളുകൾ ലഹരി ഉപയോഗിക്കുന്നുണ്ട്, ലഹരി വസ്തുക്കൾ വിൽക്കുന്നുണ്ട്. ഇതൊക്കെ അറിഞ്ഞിട്ടും അത് അറിയിക്കേണ്ടവരെ, ഇപ്പോൾ പോലീസിനെയോ എക്സൈസ് വകുപ്പിനെ അറിയിക്കാൻ പലർക്കും പേടിയാണ്. കാരണം നമുക്കറിയാം, ദിനം പ്രതി കേൾക്കുന്ന വാർത്തകൾ അങ്ങനെയാണ്. കാരണം ലഹരി വസ്തുക്കളെ കുറിച്ച് പുറത്തറിയിച്ചാൽ അവരെ കൊല്ലുക, ആക്രമിക്കുക. അപ്പോൾ സത്യത്തിൽ പൊതുജനത്തിന് ഒരു ഭയമുണ്ട് ലഹരി മാഫിയകളെ. അപ്പോൾ ഇത്തരത്തിൽ എന്തെങ്കിലും നമുക്കൊരു ഇൻഫോർമേഷൻ കിട്ടിയാൽ അത് എത്ര
എത്രത്തോളം രഹസ്യമായിട്ട് നമുക്ക് എക്സൈസ് വകുപ്പിന് കൈമാറിയാൽ നമ്മുടെ ജീവനും സ്വത്തിനും അത് എത്രത്തോളം ബാധിക്കും? അങ്ങനെ ഒരു ആശങ്ക ഉണ്ടാകേണ്ടതുണ്ടോ? അതിന് യാതൊരു ആശങ്ക ഉണ്ടാകേണ്ട ആവശ്യമില്ല. കാരണം ഇന്ന് അതിന് വളരെയധികം സംവിധാനങ്ങൾ എക്സൈസ് വകുപ്പും പോലീസും ഇറക്കിയിട്ടുണ്ട്. ഇപ്പോൾ പോലീസിൻ്റെ ആണെങ്കിൽ യോദ്ധാവിൻ്റെ നമ്പർ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അതൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ആരാണ് വിളിച്ചതെന്ന് പോലും അറിയില്ല. അതുപോലെ തന്നെ ഇപ്പോൾ എക്സൈസിലും ഒരുക്കിയിട്ടുണ്ട്. പിന്നെ പൊതുവായിട്ട് ഞാൻ പറയുന്നത് നമ്പർ അവിടെ നിൽക്കട്ടെ. ഞാൻ പൊതുവായിട്ട് പറയണമെങ്കിൽ നമുക്ക് ഏറ്റവും വിശ്വസ്തരായ ഇപ്പോൾ ഒരു ഇൻഫർമേഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്കൊരു നടപടി എടുക്കണമെങ്കിൽ നമ്മുടെ പ്രദേശത്തുള്ള ഇപ്പോൾ വാർഡ് കൗൺസിലർമാർ അങ്ങനെ അതുപോലെ തന്നെ പ്രദേശത്തെ സാംസ്കാരിക നിലയിലും മറ്റും ഇതിലൊക്കെ ഉന്നതന്മാരായിട്ടുള്ള ആളുകളെ അറിയിച്ചിട്ട് അവരും മുഖാന്തരം എന്ത് ചെയ്യാം, എക്സൈസിനെയും പോലീസിനെയും അറിയിക്കാനാണ് ഞാനൊക്കെ ക്ലാസ്സുകളിലൊക്കെ പറയാറുള്ളത്. ഇനിയിപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് പറയാൻ താല്പര്യമില്ല, നേരിട്ട് രഹസ്യമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഒരു നമ്പർ ഉണ്ട്. അത് നേരെ എക്സൈസിൻ്റെ DGP ഞങ്ങളുടെ എക്സൈസ് കമ്മീഷണറുടെ മൊബൈൽ ഫോൺ നമ്പറിലേക്കാണ് പോവുക. അദ്ദേഹം നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ അതിനുള്ള എല്ലാ ആക്ഷനുകളും ഉണ്ടാകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ നമ്പർ ഇവിടെ ഞാൻ പറയാം. 9447178000 എന്നാണ്. 9447178000. ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നേരിട്ട് ഞങ്ങളുടെ DGP എക്സൈസ് കമ്മീഷണർ അദ്ദേഹമാണ് എടുക്കുക. അദ്ദേഹം എവിടെയാണ് സ്പോട്ട്, ആ സ്പോട്ടിലേക്ക് പെട്ടെന്ന് ജില്ലാ മേധാവിക്ക് അറിയിക്കും. ജില്ലാ മേധാവി ഞങ്ങളെ റേഞ്ചുകളിലേക്ക് അറിയിക്കും. അപ്പോൾ തന്നെ അതിനുള്ള ആക്ഷൻ ഉണ്ടാകും. അതുകൊണ്ട് ഈ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ആരും ഇതാരാ വിളിച്ചതെന്നുള്ളത് അറിയില്ല എന്ന് ഉറപ്പ് നൽകുന്നു. ഇപ്പോൾ ഒരു കാരണവശാലും ഇനി പൊതുജനങ്ങൾക്ക് അത്തരത്തിലുള്ളൊരു ഭയപ്പെടേണ്ട ആവശ്യമില്ല അല്ലേ? കാരണം നമുക്കറിയാം പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുന്നുണ്ട്. പക്ഷേ പലപ്പോഴും ഇത് പോലീസോ എക്സൈസോ അറിയുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ നേരത്തെ സാർ പറഞ്ഞ പോലെ തന്നെ DGPയുടെ ഓഫീസിൽ നേരിട്ട് കിട്ടുന്ന നമ്പറാണ്. ധൈര്യമായിട്ട് ആർക്കും വിളിക്കാം. അതെല്ലാം വളരെ രഹസ്യ സ്വഭാവമുള്ളതായിരിക്കും. അങ്ങനൊരു ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ സാർ ഇപ്പോൾ ഒരു കൂടുതലായിട്ട് ലഹരി ഉൽപ്പന്നങ്ങളിലേക്ക് കുട്ടികളായാലും യുവാക്കളായും വരുന്നു. എന്തായിരിക്കാം ഒരുപക്ഷെ അതിന് കാരണം? ഇപ്പോൾ ദിനം പ്രതി ഒരുപാട് ലഹരി വസ്തുക്കൾ പിടിച്ചെടുക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ ഉള്ളവരാണ് നിങ്ങൾ. അപ്പോൾ എന്താണ് അതിനൊരു കാരണമായിട്ട് തോന്നിയിട്ടുള്ളത്? അതിനൊരു കാരണമായിട്ട് തോന്നിയിട്ടുള്ളത് ഒന്ന് ഞാൻ പറയണമെങ്കിൽ കുടുംബ പശ്ചാത്തലത്തിൽ നിന്നും, ഇപ്പോൾ സാധാരണ പറയണമെങ്കിൽ കുടുംബത്തിൽ നിന്ന് തന്നെ. ഇപ്പോൾ നമ്മളാദ്യം നേരാകണം അല്ലേ? അപ്പോൾ നമ്മുടെ കുടുംബം, നമ്മുടെ വീടും നമ്മുടെ പരിസരവും ഒക്കെ റെഡിയാവും. അതുപോലെ തന്നെ കുടുംബത്തിൽ നിന്നും തുടങ്ങുന്ന കുട്ടികളെ ഒരു 30-40% കുട്ടികളെ പിടിക്കുന്നത് ഒന്നില്ലെങ്കിൽ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള ആ കണക്ഷനായിട്ടുള്ള യൂസേജ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ചിലവർ പറയാറുണ്ട് എൻ്റെ വീട്ടിൽ നിന്നാണ് ഞാനിത് കണ്ട് തുടങ്ങിയത്, അതുകൊണ്ട് എനിക്കത് പ്രശ്നമില്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് രക്ഷിതാക്കളോട് പറയാനുള്ളത്, കുട്ടികളെ നമ്മൾ എപ്പോഴും എന്താ പറയുക, ചെറുപ്പം മുതലേ ചേർത്ത് പിടിക്കണം. ആ ചേർത്ത് പിടിക്കുക എന്ന് പറഞ്ഞാൽ അവരെ എന്താ പറയുക, നമ്മുടെ ചെറിയ കുട്ടികളെപ്പോഴും ആഗ്രഹിക്കുന്നത്, അവരെപ്പോഴും അപ്രീസിയേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. അവരെന്ത് ചെറിയൊരു പ്രവൃത്തി ചെയ്താലും അപ്രീസിയേഷൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 2 തരത്തിലെ അപ്രീസിയേഷനാണ് കുട്ടികൾ ആഗ്രഹിക്കുന്നത്. പബ്ലിക് അപ്രീസിയേഷനും ഡിപ്ലോമാറ്റിക് അപ്രീസിയേഷനും. ഈ പബ്ലിക് അപ്രീസിയേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ മുന്നിലേക്ക് നമ്മൾ വലിയ തിരക്കിൽ നിൽക്കുന്നൊരു സമയത്ത് ഒരു പടം വരച്ചിട്ട് നമ്മുടെ അടുത്തേക്ക് ഒരു കുട്ടി വരികയാണെങ്കിൽ സ്വാഭാവികമായും ഒരു 50% ആളുകളും നന്നായിട്ടുണ്ടെന്ന് പറയും. പക്ഷേ 50% ആളുകൾ എന്താ പറയുക, പൊതുവായിട്ട് തിരക്ക് പിടിച്ച സമയമാണെങ്കിൽ പിന്നെ നോക്കാം ഒന്ന് പോയി. ആ അവഗണന നമ്മൾ കൊടുക്കാൻ പാടില്ല. അവരെ നമ്മൾ എന്ത് ചെയ്യണം, ആ സമയത്ത് എന്താണോ അവർ വരച്ച് വരുന്നത് അവരെ കേൾക്കാൻ നമ്മൾ തയ്യാറാകണം. അങ്ങനെ അവരെ ചേർത്ത് പിടിച്ച് ആ വരച്ച് വന്ന പടത്തിന് നമ്മൾ അതിനൊരു അഭിനന്ദനങ്ങൾ കൊടുത്ത് ഇതിലും നന്നായി ശ്രദ്ധയോടെ വരച്ച് കഴിഞ്ഞാൽ ഇതിലും നല്ല കപ്പാസിറ്റി വരയ്ക്കുവാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളൊരു അപ്രീസിയേഷനാണ് കൊടുക്കേണ്ടത്. അല്ലാതെ ഞാൻ തിരക്കിലാണ്, നീ പിന്നെ വാ, 1, 2, 3 തവണ അവരോട് പറയും നിങ്ങൾ പിന്നെ വാന്ന്. 3ാമത്തെ തവണ നമ്മൾ അങ്ങോട്ട് പോയി ചോദിക്കും, എന്താണ് വരയ്ക്കുന്നില്ലേ, നീ നിർത്തിയോ? ഇല്ല അമ്മേ, എനിക്ക് ഇപ്പോൾ വരയ്ക്കാൻ താല്പര്യമില്ല. വരാതെയാവും. അങ്ങനെ ആ
കുട്ടികൾ പുറത്തു പോയിട്ട് വീട്ടിൽ നിന്നും കിട്ടാത്ത ഈ പരിഗണന, ഈ സ്നേഹം, ഈ കരുതൽ, ഈ ചേർത്ത് പിടിക്കൽ, വീട്ടിൽ നിന്നും കിട്ടാത്ത സാധനം പുറത്തുനിന്ന് കിട്ടുമ്പോൾ മുതലാക്കാൻ വേണ്ടി ആളുകളുണ്ട്. അങ്ങനെ കുറേ കുട്ടികൾ ഇതിൽ പെട്ടു പോകുന്നുണ്ട്. അതുകൊണ്ട് രക്ഷിതാക്കളോട്, എല്ലാവരോടും അല്ല, പൊതുവായിട്ട് പറയുന്ന എല്ലാ രക്ഷിതാക്കളോടും, നല്ലവരായ രക്ഷിതാക്കളോട് പറയാനുള്ളത്, കുട്ടികൾക്ക് വേണ്ട എല്ലാവിധ സ്നേഹവും കരുതലും പരിഗണനയും ചേർത്ത് പിടിക്കലും നമ്മുടെ വീട്ടിൽ നിന്ന് ചെറുപ്പം മുതലേ കൊടുത്തിട്ടില്ലെങ്കിൽ, അങ്ങനെ കൊടുക്കാത്ത കുട്ടികളിലാണ് ഇത്തരം ലഹരി ഉപയോഗത്തിൻ്റെ വാസന കണ്ടുവരുന്നതെന്നാണ് എൻ്റെ അനുഭവം കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. ഇപ്പോൾ കുടുംബ ബന്ധങ്ങളിലെ പാളിച്ച ഒരു പരിധിവരെ ലഹരി വസ്തുക്കളുടെ ഉപയോഗം കുട്ടികളിൽ ഉണ്ടാവാനായിട്ട് ഇടവരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലേ? എനിക്ക് തോന്നുന്നു വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ ആദ്യ പഠനം തുടങ്ങണം കുട്ടികളിൽ അല്ലേ? അങ്ങനെ സാറിന് അതാണോ പറയാനുള്ളത്? വേണം. അതായത് വീട്ടിൽ ക്ലീൻ മൊത്തത്തിൽ പറയണമെങ്കിൽ, ഞാൻ പറയുകയാണെങ്കിൽ ഒരു ഉദാഹരണം പറയാം, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറയുന്ന ഉദാഹരണം. ഇപ്പോൾ നമ്മൾ പൈപ്പിൽ ചെളിവെള്ളം വന്നു, ഒരു പൈപ്പിൽ ചളിവെള്ളം വന്നു കഴിഞ്ഞാൽ ആ പൈപ്പിനെ നമ്മൾ ഒരാൾ തല്ലിപ്പൊട്ടിച്ചാൽ അദ്ദേഹത്തെ നമ്മൾ വിളിക്കുക, അദ്ദേഹത്തിന് എന്തോ പ്രശ്നമുണ്ട് എന്നാണ് പറയുക, ഭ്രാന്തെന്ന് എന്തെങ്കിലും വിളിക്കും. ആ അദ്ദേഹം ചെയ്യേണ്ട പ്രവൃത്തി എന്താ? ആ പൈപ്പിൽ ചെളിവെള്ളം വന്നാൽ നേരെ പോയിട്ട് മുകളിൽ പോയിട്ട് ടാങ്ക് ക്ലീൻ ചെയ്യണം. ടാങ്ക് ക്ലീൻ ചെയ്താൽ പൈപ്പിൽ നല്ല വെള്ളം വരും. അപ്പോൾ ഇത് പറയാൻ കാരണം, നമ്മുടെ രക്ഷിതാക്കൾ ഓരോരുത്തരും ക്ലീൻ ആയി കഴിഞ്ഞാൽ നല്ല കുട്ടികളായി, നല്ല സമൂഹത്തിൽ നല്ല കുട്ടികളായി നമ്മളെ കുട്ടികൾ വരുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സാർ, ഇപ്പോൾ ഈ ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ പാർശ്വഫലങ്ങളെക്കുറിച്ച് കുട്ടികൾ അത്ര ബോധവാന്മാരല്ല. കാരണം അപ്പോഴത്തെ അവർക്ക് ആ ഒരു സുഖമാണ് അവർ തേടുന്നത്, അല്ലാതെ ഇത് കഴിഞ്ഞിട്ട് അതുകൊണ്ടുണ്ടാകുന്ന ദോഷങ്ങളെക്കുറിച്ച് അവർക്ക് അറിയുന്നില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ എന്തൊക്കെ പാർശ്വഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും? ഇപ്പോൾ പണ്ട് കാലങ്ങളിൽ നമ്മുടെ കിഡ്നി, ലിവർ അങ്ങനെയുള്ള ഇതായിരുന്നു മദ്യം ഉപയോഗിച്ചുകൊണ്ട് പോയിരുന്നത്. അപ്പോൾ പുകവലി മൂലം ഇപ്പോൾ ലങ്സിനെ ബാധിക്കുന്നു, ഈ COPD പോലുള്ള രോഗങ്ങളൊക്കെയാണ് പിടിപെടുന്നത്. ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസസ്, അത് ഏറ്റവും മാരകമായ ലങ്സിനെ ബാധിക്കുന്ന ഒരു രോഗമാണ്. അത് നമ്മുടെ ഇവിടെ എല്ലാ വർഷവും നവംബർ മാസം 3-ാമത്തെ ബുധനാഴ്ച ആ ഡേ നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. അതെല്ലാവരും ആ ഡേ ഓർമ്മിപ്പിക്കണം. അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ, ഇത്തരം മാരകമായ അസുഖങ്ങൾ നമ്മളെ പുകവലി മൂലം ബാധിക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുമൂലം കുറേ പേര് പുകവലിയിൽ നിന്നും മാറും. ഇനി അത് പോട്ടെ, ഇപ്പോഴത്തെ സിന്തറ്റിക് ഡ്രഗ്സ്, ഇപ്പോഴത്തെ സിന്തറ്റിക് ഡ്രഗ്സ് ബാധിക്കുന്നത് നമ്മുടെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, ഒരു കുട്ടിയെന്ന് വിളിക്കാൻ 18 വയസ്സാണ് പറയുന്നത്. പക്ഷേ ഞാൻ പറയുന്നു, നമ്മുടെ കുട്ടിയെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രായം എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിലെ ഒരു ഭാഗമുണ്ട്. 4 ലോബുകളാണ് നമ്മുടെ തലച്ചോറിലുള്ളത്. അതിൽ പ്രീഫ്രോണ്ടൽ കോർട്ടക്സ് എന്ന് പറയുന്ന ഈ ഭാഗത്തിൻ്റെ മെച്യൂരിറ്റി ഏജായ 25 വയസ്സ് വരെ നമ്മൾ കുട്ടിയെ ശ്രദ്ധിച്ചേ പറ്റൂ. കാരണം അവിടെ ഡെവലപ്പ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് പ്രൊഡക്ഷൻ. ഈ പ്രീഫ്രോണ്ടൽ കോർട്ടക്സിൽ ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് പ്രൊഡക്ഷൻ. പിന്നെ പറയുന്നത് സം മോട്ടോർ സ്കിൽസ്, പിന്നെ പറയുന്നത് കമ്പയറിങ് ഒബ്ജക്ട്സ്, പിന്നെ പറയുന്നു ഫോമിങ് മെമ്മറീസ്, പിന്നെ പറയുന്നു അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റിയാക്ടിങ് ടു ദി ഫീലിംഗ് ഓഫ് അതേഴ്സ്, ഫോമിങ് പേഴ്സണാലിറ്റി. ഇവിടെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം കമ്പയറിങ് ഒബ്ജക്റ്റ്. അതായത് ഒരു ഒബ്ജക്റ്റിനെ കണ്ടാൽ ഇത് തിരിച്ചറിയാനുള്ള ഒരു വിവേകം അവനിലുണ്ടാവുന്ന ഡെവലപ്പ് ചെയ്യുന്ന ഭാഗമാണ് ഈ പറയുന്ന പ്രീഫ്രോണ്ടൽ കോർട്ടക്സ്. അത് 25 വയസ്സായാലേ അവന് അത് ഡെവലപ്പ് ആവുള്ളൂ. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇത് എടുത്തു പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ തിരിച്ചറിവില്ല അമ്മയാരാണെന്നും അച്ഛനാരാണെന്നും. അമ്മയെ ഇപ്പം പത്രമാധ്യമങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്, അമ്മയെ വെട്ടുന്നു, അച്ഛനെ കൊല്ലുന്നു, മക്കളാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം കൊലപാതകങ്ങളിലും ഒക്കെ കാര്യങ്ങൾ ഇതാരാണെന്ന് എനിക്ക്, ഒരു ഒബ്ജക്റ്റിനെ കണ്ടാൽ ഇത് അമ്മയാണ്, ഇത് അച്ഛനാണ്, ഇത് അധ്യാപകനാണ് എന്നുള്ള ആ ഒരു തിരിച്ചറിവ്, ഒരു ബോധം നഷ്ടപ്പെടുകയാണ്. അതെന്തുകൊണ്ടാണ്? ഈ പ്രീഫ്രോണ്ടൽ കോർട്ടക്സിനാണ് ഇപ്പോഴത്തെ സിന്തറ്റിക് ഡ്രഗ്സ് പോയിട്ട് പിടിപെടുന്നത്, ബാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുട്ടികളോടും യുവതലമുറകളോടും പറയാനുള്ളത്, ഒരു സുഖത്തിനും ഒരു രസത്തിനും വേണ്ടി, കൂട്ടുകാരുടെ പ്രേരണക്കോ മറ്റ് പ്രേരണക്കോ വേണ്ടി ഇത് ഉപയോഗിച്ച് തുടങ്ങിയാൽ
2-3 വർഷം കഴിയുമ്പോൾ വിവേകം ബോധമില്ലാതെ ആയി ഇത്തരം കുറ്റകൃത്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നു. നമ്മുടെ ജീവിതം തന്നെ നശിച്ച് നമ്മൾ ജയിലിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ മരണം പോലെ സംഭവിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ജീവിതം നശിച്ച് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കൽ പോലും ഇത്തരം സിന്തറ്റിക് ഡ്രഗ്സ് പോലുള്ള ഡ്രഗ്സിലേക്ക് നമ്മൾ കുട്ടികളാരും പോകരുത് എന്നാണ് എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്. ജീവിതമാണ് ലഹരി എന്നുള്ള ഒരു തിരിച്ചറിവ് കുട്ടികൾക്ക് ഉണ്ടായേ പറ്റൂ അല്ലേ സാർ? അതെ 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 നല്ല സ്വപ്നങ്ങളിലൂടെയും അതുപോലെ തന്നെ നല്ല നല്ല സ്വപ്നങ്ങളൊക്കെ കണ്ട് ലക്ഷ്യം ഉള്ള ഒരു ജീവിതമാണ് ലഹരി എന്നുള്ള ആ ഒരു ആശയത്തിലേക്ക് നമ്മൾ വന്ന് അതിൽ പല ലഹരിയും നമ്മൾ കൊണ്ടുവരാം. പറയുകയാണെങ്കിൽ കായിക ലഹരി എടുക്കാം, സംഗീതമാകട്ടെ ലഹരി, പിന്നെ സ്പോർട്സ്, മറ്റേ ഓട്ടം, കുട്ടികളെ ഒരുപാട് എന്റർടൈൻമെന്റ്സിലേക്ക് പറഞ്ഞേക്കും. അപ്പോൾ കുട്ടികളെ നല്ല കളികളിലേക്കും കായിക വിനോദങ്ങളിലേക്കൊക്കെ നമ്മളെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള പ്രോഗ്രാമുകൾ ഇന്ന് ധാരാളം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. വിമുക്തി മിഷൻ്റെ ഭാഗമായിട്ട് ലഹരിക്കെതിരെ ഒരു ഗോള് എന്നൊക്കെ പറഞ്ഞിട്ട് ഗോളടിപ്പിക്കാറുണ്ട്, സമ്മാനം കൊടുക്കാറുണ്ട്. അപ്പോൾ അത്തരം കളികളിലും വിനോദങ്ങളിലേക്കൊക്കെ നമ്മുടെ കുട്ടികളെ എൻഗേജ്ഡ് ആക്കി കഴിഞ്ഞാൽ തന്നെ ഇത്തരം ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള ഇതിലേക്കൊന്നും പോകില്ല. പ്രത്യേകിച്ച് പറയാനുള്ളത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം ഇതിലേക്ക് ഒരു പ്രധാനപ്പെട്ട ഘടകമായി മാറിയിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഞാൻ ഇവിടെ ഇടുകയാണ്. കാരണം പണ്ടൊക്കെ നമ്മളൊരു സിനിമ തിയേറ്ററിലേക്ക് ടിക്കറ്റ് എടുക്കാൻ പോകുമ്പോൾ ക്യൂ നിന്നിട്ടാണ് ടിക്കറ്റ് എടുക്കുക അല്ലേ? പക്ഷേ അത് നമുക്ക് തലച്ചോറിന് അവിടെ ചിന്തിക്കാനുള്ള ഒരു ഇടവേള ഉണ്ടായിരുന്നു. ഇന്നതല്ല, ഇൻസ്റ്റൻ്റാണ്. മൊബൈൽ ഫോണിന് കുത്തി ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നു, മൊബൈൽ ഫോണിലകത്ത് അവർ നേരെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു, നേരെ പോകുന്നു. അപ്പോൾ ഇതുപോലെ തലച്ചോറിന് ചിന്തിക്കാനുള്ളൊരു സമയമില്ല എല്ലാം. അതുപോലെ തന്നെ ഒരു റീൽസ് കാണുകയാണെങ്കിൽ ഒരു മിനിറ്റിൽ എന്തൊക്കെ ഫീലിങ്സാണ് വരുന്നത്. സന്തോഷം വരാം, ദേഷ്യം വരാം, പേടിപ്പിക്കുന്ന തരത്തിലുള്ള ഫീലിങ്സ് വരാം. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ഫീലിങ്സുകളൊക്കെ തലച്ചോറിന് മാറി ഇങ്ങനെ വരുമ്പോൾ അവർ അതിലും ഒരു എന്താ പറയുക ഡോപ്പാമിൻ്റെ ഉൽപ്പാദനം വരുന്നു, സ്വയം ആത്മനിയന്ത്രണം വിട്ടുപോകുന്നു. അപ്പോൾ സ്വയം നിയന്ത്രിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് പോകുമ്പോൾ എരുതിയിൽ എണ്ണൊഴിക്കാൻ വേണ്ടി ഈ ലഹരി മരുന്നും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഏകദേശം ശരിയാവും. അപ്പോൾ അതുകൊണ്ട് മൊബൈൽ ഫോണ് കൂടുതൽ ഉപയോഗിക്കാതിരിക്കുവാൻ കൂടിയും ഞാൻ ഈ അവസരം ഇതിൽ പറയുകയാണ്. സാർ, ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ സമയം കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിച്ചത് ലഹരിയെക്കുറിച്ചും അതിൻ്റെ നിയമവശങ്ങളെക്കുറിച്ചും അത് ഉണ്ടാക്കുന്ന ദോഷഫലങ്ങളെക്കുറിച്ചുമൊക്കെയാണ്. അപ്പോൾ സാർ സൂചിപ്പിച്ച പോലെ തന്നെ ലഹരി എന്നത് നമ്മുടെ ജീവനും ജീവിതവും കുടുംബവും എല്ലാം ഇല്ലാതാക്കുന്ന ഒരു വലിയ ഭീകരാവസ്ഥയാണ്. ഈ ഒരു അവസ്ഥയ്ക്ക് തടയിടാൻ നമ്മൾ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ കുട്ടികളെ അറിയണം. നമ്മുടെ മക്കൾക്കൊപ്പം നിന്നുകൊണ്ട് അവരുടെ തുടർച്ചയായിട്ടുള്ള വളർച്ചകളിലും പഠനങ്ങളിലും അവർ ഏത് വഴി നടക്കുന്നു എന്നുള്ളതും രക്ഷിതാക്കൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ എനിക്ക് തോന്നുന്നു സാർ ഇവിടെ സൂചിപ്പിച്ചത് കുട്ടികളെ ചെറുപ്പം മുതലേ അച്ഛനമ്മമാരോട് ചേർത്ത് നിർത്താൻ നമ്മൾ പാരൻസ് ഒപ്പം ഉണ്ടാവണം. അതുവഴി ഒരു പരിധിവരെ നമ്മുടെ മക്കളെ ലഹരിയിൽ നിന്ന് മാറി നല്ല വഴിയിലേക്ക് നയിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അടുത്ത എപ്പിസോഡിൽ ലഹരിയുടെ മറ്റു വശങ്ങളുമായിട്ട് ബോധവൽക്കരണവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.